മിഡിലേഷ്യ വാറിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഇറാനെ 10 ദിവസത്തേക്ക് അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, താൽക്കാലികമായി ഒരു സീസ് ഫയർ നടക്കുകയാണെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഒരു പ്രസ്താവന എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രംപ് ഇങ്ങനെ പറയാനുള്ള കാര്യം ആക്ച്വലി ഹീസ് ബൈങ് ടൈം. അതായത് ട്രംപ് സമയം വാങ്ങുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അതായത് ഡൊണാൾഡ് ട്രംപ് ഇത് അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടോ വിശാലത കൊണ്ടോ ഒന്നും പറയണമല്ല. വൈസ് പ്രസിഡന്റ് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറന്നില്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും. അപ്പോ 5 ദിവസത്തിന് ശേഷം ഇറാൻ ചോദിച്ചു, ഇനി എന്താണ് കാണേണ്ടത് സർ? കാരണം 5 ദിവസം ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഒരു 10 ദിവസം കൂടെ ഡൊണാൾഡ് ട്രംപ് ഇറാന് സമയം നീട്ടി. ഇതിനിടയിലും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ തലേ രാത്രിയിൽ ശക്തമായ ആക്രമണം ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ എല്ലാം ഇസ്രായേൽ അടിച്ചു തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ വിഷയം നോക്കുമ്പോൾ ട്രംപ് സമാധാന ചർച്ചകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ വെറൊരു തന്ത്രം മാത്രമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ അമേരിക്ക നേരത്തെ നടത്തിയിരുന്ന യുദ്ധങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമേരിക്കയുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ് ഈ ഒരു സമയം നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. മുമ്പും എല്ലാ യുദ്ധങ്ങളിലും അവരത് ചെയ്തിട്ടുണ്ട്. അതായത് സമാധാനം പറഞ്ഞിട്ട് പിന്നിൽ തയ്യാറെടുപ്പുകൾ അവർ നടത്തും, വലിയ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയിൽ നടന്നിരിക്കുന്ന ഈ വലിയൊരു ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ ഇറാന് നേരിടേണ്ടി വന്നത് വലിയ കേടുപാടുകൾ, നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇറാന്. ട്രംപ് ഇറാന്റെ എനർജി പ്ലാന്റുകളിൽ ആക്രമണം 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം രാത്രിയിൽ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ നടത്തിയിട്ടുള്ളത്. അപ്പോ താൽക്കാലികമായി നൽകിയ 10 ദിവസം ഇറാന്റെ അപേക്ഷ പ്രകാരം ആണ് നൽകിയതെന്ന് ട്രംപ് ഇതിനിടയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ശരിക്കും ഇറാൻ അമേരിക്കയോട് ഇങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വാൾസ്ട്രീറ്റ് ജേണലിന്റെ ഒന്ന് റിപ്പോർട്ടിംഗ് പ്രകാരം ഇറാൻ ഒരിക്കലും ഈ ഒരു ഇടവേള അവകാശപ്പെട്ടിട്ടില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ആ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നീട്ടുക എന്നുള്ളതാണ്. സമയം നീട്ടുക, സമ്മർദ്ദം ചെലുത്തുക, ഡെഡ് ലൈൻ നൽകുക, വഴങ്ങുന്നില്ലെങ്കിൽ ആക്രമിക്കുക. ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ രഹസ്യമായി ഡീൽ ചെയ്യുവാനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് അപേക്ഷിച്ച് കൈയും കാലും പിടിക്കുന്നു എന്നാണ്. മറുവശത്ത് ന്യൂയോർക്ക് ടൈംസും കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ആക്രമണങ്ങൾ കാരണം യു എസിന്റെ സൈന്യത്തെ അവരുടെ സൈനിക താവളത്തിൽ നിന്ന് മാറ്റി പലപ്പോഴും ഹോട്ടലുകളിലേക്ക്, ഓഫീസുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നാണ്. ഇനി ഇറാൻ പറയുന്നത് ഈ ഹോട്ടലുകൾ ഇനി ഞങ്ങൾ മിലിറ്ററി ടാർഗറ്റുകളായി കണക്കാക്കി ആക്രമിക്കും. അതുകൂടാതെ ഇറാൻ ആരോപിക്കുന്ന ഒരു ആരോപണം സൈന്യം സിവിലിയൻസിനെ മനുഷ്യ ഷീൽഡായി ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു പുതിയ കണ്ടെത്തൽ, അതായത് BBC കണ്ടെത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തലാണ്. അതായത് അമേരിക്ക ഏകദേശം 10,000 അധിക സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാനായിട്ട് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ കാർഗ് ഐലൻഡ് പിടിക്കാനായിട്ട് ഏകദേശം 5,000 മറീൻസ് അവിടെ ആ ദ്വീപിനെ ലക്ഷ്യമാക്കി കിടക്കുന്നുണ്ട്. ഇത് കൂടാതെയാണത്. അതായത് വേണ്ടി വന്നാൽ ഒരു കരാക്രമണത്തിലൂടെ ആ ലക്ഷ്യം സാധിക്കുക. അതാണ് അമേരിക്കയുടെ പ്ലാൻ. അതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പാണ് 10 ദിവസത്തേക്ക് കൂടി താൽക്കാലികമായി ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ കണക്കാക്കുക. ഈ സൈനികരെ ഇറാനെതിരെ വിന്യസിക്കുന്നത് അതിനിർണായകമാണ്. കാരണം ഇറാന്റെ കാർഗ് ഐലൻഡ് അമേരിക്ക പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫൻട്രി സിസ്റ്റംസ് അത്യാവശ്യമാണ്. എയർ സുപ്പീരിയോറിറ്റി കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാൻ ഒരു യാതൊന്നും കഴിയില്ല. എന്നാലും ഈ വിന്യാസിനെതിരെ ഇറാൻ പറഞ്ഞത് വേണ്ടി വന്നാൽ 1,000,000 ഫൈറ്റേഴ്സിനെ റെഡിയാക്കുമെന്നാണ്. ഇത് വലിയൊരു സംഖ്യയാണ്. പക്ഷേ ഇറാൻ 1,000,000 ഫൈറ്റേഴ്സിനെ റെഡിയാക്കി നിർത്തുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം നിൽക്കുന്നത് ഈ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന പട്ടാളക്കാരിൽ എത്ര പേര് ട്രെയിൻഡ് ആണെന്നാണ്. അതായത് എത്ര പേര് യുദ്ധത്തിന് സ്പോട്ട് റെഡി ആയിട്ട് എത്ര പേര് നിൽക്കുന്നു എന്നുള്ളത് അതിനിർണായകമാണ്. ഇനി അമേരിക്ക ഇറാനിലേക്ക് ഒരു കരയുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്ക ചില പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് രാജ്യമാണ്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാനിൽ ശരിക്കും മനുഷ്യജീവന് വലിയ വിലയൊന്നുമില്ല. എന്നാൽ അമേരിക്കയുടെ സ്ഥിതി അങ്ങനെയല്ല. അമേരിക്കയുടെ സ്ഥിതി വ്യത്യാസമാണ്. അമേരിക്കയിലേക്ക് അവരുടെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മൃതദേഹങ്ങൾ ഡെഡ് ബോഡി ആയിട്ട് തിരികെ ചെല്ലാൻ തുടങ്ങിയാൽ അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും. അതുകൊണ്ട് ഇറാന് ഈ യുദ്ധത്തിൽ ചെറിയ മുൻതൂക്കം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും. അതായത് നഷ്ടങ്ങൾ സഹിക്കാനുള്ള ഇറാന്റെ കഴിവ്, അത് എത്ര പേർ മരിച്ചാലും അതൊരു പ്രതിസന്ധിയായിട്ട്, ഒരു കലാപമായിട്ട് ഇറാനിൽ മാറുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്ലോബൽ ആംഗിളിൽ വേറൊരു ടെസ്റ്റ് കൂടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ യുദ്ധത്തിനിടയിൽ വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനെ സഹായിക്കുന്നത് നിർത്താമെന്നാണ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയോട് പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ മറുപടി എന്താണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഓഫർ അമേരിക്ക ഇപ്പോൾ ഇവിടെ നിരസിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു സംഭവം കൂടി ഇന്ത്യയുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അമേരിക്ക ഉക്രൈന് കൊടുക്കേണ്ട ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കാതെ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ആയുധങ്ങൾ ഉക്രൈനിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഫലം എന്തായാലും റഷ്യക്ക് കിട്ടും, അതായത് ചൈനക്ക് കിട്ടും. യുക്രൈൻ എന്തായാലും ഇതിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഇനി ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ട്രംപ് സമാധാനം പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ പിന്നിൽ സൈന്യത്തെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാർഗ് ഐലൻഡിലേക്ക്, ഇറാന്റെ അടുത്തേക്ക്. അതുപോലെ ആയുധങ്ങൾ കൂടുതൽ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് അമേരിക്ക തീർച്ചയായിട്ടും ഇവിടെ ഒരു ഗ്രൗണ്ട് വാറിന് നന്നായിട്ട്
തയ്യാറെടുക്കുന്നുണ്ട്. അതായത് ടോക്സ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ശരിക്കും അസാൾട്ടിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പേഴ്സണൽ അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് തീർച്ചയായിട്ടും ഇവിടെ സമയം നീട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു യുദ്ധതന്ത്രമാണ്. ആദ്യം എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കും, നെഗോഷിയേറ്റ് ചെയ്യും, നെഗോഷിയേഷൻ ടേബിളിലേക്ക് ഇറാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യും, അത് 100% ഉറപ്പാണ്. അതിലേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മുമ്പ് ഗൈസ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും അടുത്തൊരു പുതിയ വീഡിയോ, നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ്.